വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും വീഴ്ച അന്വേഷിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് വെറ്റിനറി സർവകലാശാല വിസി ഡോക്ടർ PC ശശീന്ദ്രൻ കാരണം കാണിക്കൽ നോട്ടീസിന് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പൂക്കോട് സിദ്ധാർത്ഥന്റെ ദുരൂഹമരണം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് കോളേജിൽ പുതിയ മാറ്റങ്ങൾ. ഹോസ്റ്റലിൽ ഇനി മുതൽ 4 ചുമതലക്കാരുണ്ടാവും. 3 നിലകളുള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും ഓരോരുത്തർക്കും ചുമതല. ഒരു അസിസ്റ്റന്റ് വാർഡന് ഹോസ്റ്റലിന്റെ മുഴുവൻ ചുമതലയും നൽകും. ഇതിനെല്ലാം പുറമെ ഹോസ്റ്റലിൽ CCTV ക്യാമറയും സ്ഥാപിക്കും. വർഷം തോറും ചുമതലക്കാരെ മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഏറെ ദുരൂഹതകളും ചോദ്യങ്ങളും നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. സിദ്ധാർത്ഥന്റെ നീതി ആവശ്യപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങളും നടന്നിരുന്നു. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുകയും ഇതിനു പിന്നാലെ ഏറെ രാഷ്ട്രീയ ചലനങ്ങൾ സംസ്ഥാനത്തുണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും സിദ്ധാർത്ഥന്റെ മരണം തീർത്ത രാഷ്ട്രീയ ചലനങ്ങളുടെ തരംഗം അടങ്ങിയിട്ടില്ല. മര്യാദക്ക് അന്വേഷണം നടന്നാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദികളും പുറത്തു വന്നാൽ ഇപ്പോൾ ആർക്കാണ് എൻ്റെ ക്ഷീണം ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ക്ഷീണം മാറ്റിവെക്കാൻ വേണ്ടി ഇത് ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരിക്കും. ഇവിടുത്തെ ഇലക്ഷൻ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയായിരുന്നല്ലോ സമിതി. മുഖ്യമന്ത്രി എന്ന വാതുറക്കുന്ന ഇവരുടെ സമിതി എന്തിനാ? അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡീൻ MK നാരായണനെയും അസിസ്റ്റന്റ് വാർഡ് ഡോക്ടർ കാന്തനാഥനെയും ഇന്നലെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇരുവരും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് സസ്പെൻഷൻ നൽകിയത്. നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി VC ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു. അമൃത ന്യൂസ്, വയനാട്.